പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ ചരിത്രത്തിൽ അതിപ്രശസ്തമായ 2 യോഗങ്ങളാണ് 1908 വാകത്താനത്ത് വെച്ച് നടന്ന യോഗം. രണ്ടാമത് 1909 കുളത്തൂർക്കുന്നിൽ വെച്ച് നടത്തിയ യോഗം. ഈ 2 യോഗവും നടന്നത് ഏതാണ്ട് 1 നൂറ്റാണ്ട് മുമ്പാണ്. തുടർച്ചയായി 7 ദിവസം നടന്ന വാകത്താനത്തെ യോഗവും തുടർച്ചയായി 40-ൽ പരം ദിവസങ്ങൾ നടന്ന കുളത്തൂരിലെ രക്ഷാദൈവ യോഗവും ഇന്നും അത്ഭുതകരം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് വളരെ പ്രയാസവും ദാരിദ്ര്യവും കഷ്ടപ്പാടും നിലനിന്ന അക്കാലത്ത് 100-ലധികം ആൾക്കാരെ ഒരുമിച്ച് താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ബാക്കി എല്ലാ സൗകര്യങ്ങളും തയ്യാർ ചെയ്ത് എങ്ങനെയാണ് അവർ യോഗം നടത്തിയത്. ഒരു ദിവസം 3 നേരമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണ്ടേ? അതിനാവശ്യമായ അരി എവിടെ നിന്നാണ്? പല വ്യഞ്ജനങ്ങൾ എവിടെ നിന്നാണ് അവർ സംഘടിപ്പിച്ചത്? നിസ്സാരം എത്രമാത്രം വിറക് വേണ്ടി വരും, എന്തു വെള്ളം വേണ്ടി വരും, എന്തു പാത്രങ്ങൾ വേണ്ടി വരും, എത്രയധികം ആൾക്കാരുടെ കഷ്ടപ്പാട് അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. കുളത്തൂർക്കുന്നിലാകട്ടെ 40-ൽ പരം ദിവസങ്ങൾ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ വേണം. അവർ വീട് എല്ലാം വിട്ടാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അത്രയും സമയം അവരുടെ വീട്ടുസ്ഥിതി എന്തായിരുന്നു? ഇത്രയും ആൾക്കാരെ വെച്ച് വിളമ്പാൻ എങ്ങനെയാണ് കഴിഞ്ഞ കാലപിതാക്കന്മാർക്ക് സാധിച്ചത്? യഥാർത്ഥത്തിൽ അവർക്ക് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. അതാണ് ഞാൻ ആലോചിക്കുന്നത്. മതിയായ ദൈവമെന്ന് ബോധ്യപ്പെട്ട പൊയ്യ ശ്രീകുമാര ഗുരുദേവൻ്റെ സന്നിധിയിൽ ഊണില്ലാതെ ഉറക്കമില്ലാതെ രാത്രിയേത് പകലേത് എന്ന് നിശ്ചയമില്ലാതെ അവർ യോഗം കേട്ടുവെന്നല്ലേ ശരി. അവർക്ക് വിശപ്പില്ലെന്നോ ദാഹമില്ലെന്നോ നമ്മൾ വിചാരിക്കാൻ ഇപ്പോൾ ബലകമായ ഒരു പാട്ട് ഓർമ്മയിൽ വരികയാണ്. വിശപ്പില്ല ദാഹമില്ല അവർക്കിനെയും, വിശുദ്ധി കൊണ്ട് അലങ്കാരം അവർക്കെന്നേക്കും എന്നൊരു പാട്ട് ഓർമ്മ വരും. ദൈവസന്നിധിയിൽ ഏറ്റവും ആനന്ദം അനുഭവിക്കുമ്പോൾ മനുഷ്യന് എവിടെ വിശപ്പ്, എവിടെ ദാഹം? അവരതൊന്നും അറിയാതെ സ്വർഗീയ ആനന്ദത്തിൽ അഭിരമിച്ചു ദൈവത്തെ നേരിട്ട് കണ്ടു വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇതാ നിങ്ങൾക്കും അങ്ങനെയല്ലേ? സ്നേഹമാണ്.